പാൻഡമിക് കാലത്തിന് ശേഷം കുട്ടികളുടെ മാനസികാരോഗ്യത്തിൽ സാരമായ കുഴപ്പങ്ങൾ ഉണ്ടായിട്ടുണ്ട്, പ്രത്യേകിച്ച് ഈ വീക്ക് സ്റ്റുഡൻസിൽ. പഠനത്തിൽ പിന്നിലേക്ക് പോകുന്ന കുട്ടികളെ മറ്റു കുട്ടികളോടൊപ്പം എത്തിക്കണമെങ്കിൽ നമുക്കൊരു ഓൺലൈൻ പരിശീലനം കൂടി കൊടുക്കേണ്ടി വരും. മാഡം, നല്ല സ്പോർട്സ്മാൻ സ്പിരിറ്റ് ഉള്ള ജയശ്രീ ടീച്ചർ അതിന് ബെസ്റ്റാ. അതെ, ജയശ്രീക്ക് പറ്റും. പത്തിരുപത്തഞ്ച് അധ്യാപകരുള്ള ഈ സ്കൂളിൽ സ്പോർട്സ്മാൻ സ്പിരിറ്റ് ഉള്ള ഒരു ടീച്ചറേ ഉള്ളൂ അല്ലേ? കൊള്ളാം. സ്വന്തം ചുമതല മറ്റുള്ളവരുടെ തലയിൽ കെട്ടിവെക്കുന്നത് വലിയ മിടുക്കാണെന്നൊന്നും ആരും കരുതണ്ട. പ്രതിസന്ധികളെ അവസരങ്ങളാക്കി മാറ്റുന്നവരാണ് ജീവിതത്തിൽ റോൾ മോഡലുകളായി മാറുന്നത്. ജയശ്രീ, യു ക്യാൻ ഡു വൺ ദിസ്. തൽക്കാലം വീക്ക് സ്റ്റുഡൻസിന് വേണ്ടിയുള്ള ഓൺലൈൻ ക്ലാസ് ജയശ്രീ ടീച്ചർ എടുക്കട്ടെ. പിന്നെ ക്രിസ്മസ് ആഘോഷം. 10:30 സൈബർ ബോധവൽക്കരണ ക്ലാസ് ഉണ്ട്. ഓക്കെ. ഗുഡ് മോർണിംഗ് ഓൾ. ഗുഡ് മോർണിംഗ് മാം. പ്രിയ അധ്യാപകരെ, രക്ഷിതാക്കളെ, സഹപ്രവർത്തകരെ, സൈബർ സുരക്ഷയെക്കുറിച്ചുള്ള ബോധവൽക്കരണ ക്ലാസ് ആരംഭിക്കുകയാണ്. ആക്ച്വലി ഈ ക്ലാസ്സിൽ കുട്ടികളെ കൂടി ഉൾപ്പെടുത്തണമെന്നുണ്ടായിരുന്നു. എന്നാൽ രക്ഷിതാക്കളിലൂടെ ഈ വിഷയം കുട്ടികളിലേക്ക് എത്തിക്കണം എന്നുള്ള ഉദ്ദേശം ഉള്ളതുകൊണ്ട് തന്നെയാണ് ഇന്ന് ഈ ക്ലാസ് ഇവിടെ സംഘടിപ്പിച്ചിരിക്കുന്നത്. ക്ലാസ് എടുക്കുന്നതിനായി സൈബർ വിദഗ്ധൻ ശ്രീ സാജൻ പീറ്ററിനെ സ്നേഹപൂർവ്വം ക്ഷണിക്കുന്നു. Well, good morning. Good morning. Cyberbullying, blackmailing and stalking. മൊബൈൽ ഫോൺസും ബൈനറി കാൽക്കുലേറ്റിംഗ് സിസ്റ്റംസ്, അതായത് ഈ കമ്പ്യൂട്ടർ നമ്മുടെ ജീവിതത്തിന്റെ ഭാഗമാവുമ്പോൾ ഇത്തരം വാക്കുകൾ നമുക്കെല്ലാവർക്കും സുപരിചിതമാവുന്നു. ഞാൻ ബാങ്കിൽ കയറട്ടോ, 5ാമത്തെ ചെക്കാണ് നിങ്ങൾ ബൗൺസ് ആക്കിയിട്ടുള്ളത്. ജവാനായിരുന്നു. എങ്ങനെയുണ്ട് പുതിയ ജോലി? കുഴപ്പമില്ല. ടീച്ചർ പറഞ്ഞായിരുന്നു കാര്യങ്ങളൊക്കെ. ഈ ജോലിക്ക് എന്തെങ്കിലും കുഴപ്പമുണ്ടെങ്കിൽ പറഞ്ഞാൽ മതി, നമുക്ക് പറഞ്ഞ് റെഡിയാക്കാം. ഇവക്ക് ഈ SI ആയിട്ട് എന്നാ കണക്ഷൻ? എന്റെ പൊന്നു ടീച്ചറെ, ഈ ഫ്രണ്ട് ബെഞ്ചിൽ തന്നെ കിടന്ന് ഉറങ്ങിയുണ്ടല്ലോ, അതെനിക്കുള്ളൊരു വാർണിംഗ് ആയിട്ട് എനിക്ക് തോന്നുന്നേ. ആണോ? അല്ല, ഞാൻ ഈ വിളമ്പുന്നത് ഒരു മധുരമിടാ ചായ ആണോ എന്ന് എനിക്കൊരു സംശയം. ആണോ? ടീച്ചറെ, ഞാനൊരു കാര്യം പറയട്ടെ. ഈ പഠിപ്പിക്കാൻ എളുപ്പമാണ്, പഠിക്കാനാണ് പാട്. അതാണല്ലോ കിടന്നുറങ്ങുന്നത്. അതുകൊണ്ട് ഇനി മേല നിങ്ങൾ ആരും സ്റ്റുഡൻസിന് കുറ്റം പറയാൻ പാടില്ല. കേട്ടല്ലോ? നമുക്കൊരു കാര്യം ചെയ്യാം. നമുക്ക് തൽക്കാലം ഈ ബുള്ളിങ്ങും ഹാക്കിങ്ങും സ്റ്റോക്കിങ്ങും ഒന്ന് മാറ്റിവെച്ച് ഒന്ന് റിഫ്രഷ് ആയാലോ? ടീച്ചറെ, ഇവിടെ ആരും ഒരു നല്ല പെർഫോമർ? എനിക്ക് പാട്ട് വലിയ ഇഷ്ടമാണ്. ടീച്ചർ നന്നായിട്ട് പാടും. ഒന്ന് പാടുന്നേ. ടീച്ചർ ഒന്ന് പാടും പ്ലീസ്. പ്ലീസ്. അപ്പൊ നീ വാശിക്കാണല്ലേ മുല്ലപ്പ് വെച്ചിരിക്കണേ? എനിക്ക് ഈ മുല്ലപ്പും കുന്തൊക്കെ അലർജിയാന്ന് എത്ര വട്ടം പറയണം? ഗിരിയേട്ടാ,
എനിക്ക് ഈ മദ്യത്തിന്റെയും വെളുത്തുള്ളിയുടെയും കുഴമ്പിന്റെയും മണം ഓടിച്ചാലേ മനം പുരട്ടും. പക്ഷെ അത് ഗിരിയേട്ടന്റെ ഇഷ്ടം. ഞാൻ എന്തെങ്കിലും പറയാറുണ്ടോ? മുല്ലപ്പൂ കിട്ടുമ്പോ ചൂടുന്നതും ഇത്തിരി ക്യൂട്ടിക്സ് ഇടുന്നതും അതെന്റെ ഒരു സന്തോഷം. സന്തോഷം. ഓ, ഏത് മുറി കയറിയാലും അമ്മയും മോളെ ലൈറ്റ് ഓൺ ആക്കിയിടും. പോയോ പേടി? എനിക്ക് ദേഷ്യം വരുന്നത് ഫ്യൂസ് ഊരിയാക്കി. ഗിരി, വീട്ടിലേക്കാണോ? ഓ, അവിടെ വരെ നടക്കാതെ രക്ഷപ്പെട്ടു. ഈ ആടിപ്പണിയൊക്കെ ഭയങ്കര കഷ്ടപ്പാടാ ഗിരി. രാത്രി ടീച്ചർമാരുടെ സ്റ്റാറ്റസ് ഒക്കെ ഒന്ന് നോക്ക്. എല്ലാം പാതിര വരെ പച്ചപ്പൊട്ടും കുത്തി ഓൺലൈനിലുണ്ട്. ഗിരി ഒരു ഭാഗ്യവാനാ. ജയശ്രീ ടീച്ചറിനെ പോലെ ഒരു പെണ്ണിനെ കിട്ടിയില്ലേ. ടീച്ചർക്ക് നാട്ടിലെല്ലാവരോടും എന്നാ അടുപ്പോ. ഇന്ന് SI സാറിനോട് കുറെ നേരം സംസാരിച്ച് നിൽക്കുന്ന കണ്ടായിരുന്നു. എന്നെ ഒന്നും കണ്ടാ സാറ് മൈൻഡേ ചെയ്യത്തില്ല. നേരെ ഒരുപാടായി. എന്നാ പോട്ടെ ഗിരി. ആവശ്യത്തിന് എന്നെ വിളിച്ചു കൊടുത്തില്ല മേഴ്സി. പിന്നെ സമ്മതിക്കണം കേട്ടാ. SI സാറിനോട് കുറെ നേരം സംസാരിച്ച് നിൽക്കുന്ന കണ്ടായിരുന്നു. എന്നെ ഒന്നും കണ്ടാ സാർ മൈൻഡേ ചെയ്യത്തില്ല. ഇതിലുള്ള കളി അധികം വേണ്ടെന്ന് പറഞ്ഞാൽ നിനക്ക് എന്തേ മനസ്സിലാവാത്ത? എനിക്ക് ചെറിയ സ്ക്രീൻ ഇഷ്ടമല്ല. അമ്മ ടാബ് എടുത്തോ. ദിയ, നിന്നോട് ഞാൻ പറഞ്ഞിട്ടില്ലേ ഈ കണ്ട സോഫ്റ്റ്വെയർ ഒന്നും ഇതിൽ ഡൗൺലോഡ് ചെയ്യില്ലെന്ന്? അതെ, എഴുന്നേറ്റ്, എനിക്ക് മെയിൽ ചെയ്യണം. എഴുന്നേക്കാൻ. അച്ഛാ, എന്നെ നാടകം പഠിപ്പിക്കാൻ അക്കാദമിയിൽ കൊണ്ടുവന്ന് പറഞ്ഞിട്ട് പാതിരാത്രി നാടകം. പോയി കിടന്ന് ഉറങ്ങണേ. അമ്മേ, പ്രിൻസിപ്പൽ മാഡം. നീ എടുത്തു. ഹലോ, ഗുഡ് മോർണിംഗ് മാം. ഗുഡ് മോർണിംഗ് ജയശ്രീ. ക്രിസ്മസ് പ്രോഗ്രാമിന്റെ സ്ക്രിപ്റ്റ് ഞാൻ വായിച്ചു. വാസ് അമേസിംഗ്. താങ്ക് യു മാം. ഇനി എത്രയും വേഗം ഓഡിയോ നമുക്ക് റെക്കോർഡ് ചെയ്യണം. ശരി മാം, ഓക്കെ. പാൻഡമിക്കിന് ശേഷം അറിയാലോ, ഫണ്ടൊക്കെ നമുക്ക് കുറവാണ്. ഡോക്യുമെന്ററിന്റെ എഡിറ്റിംഗ് ഒക്കെ പിള്ളേരെ തന്നെ ഏൽപ്പിക്കേണ്ടി വരും.
ജയശ്രീ ഇതിനെ എല്ലാം ഒന്ന് കോർഡിനേറ്റ് ചെയ്യണം കേട്ടോ. ഓക്കെ മാം, നോക്കാം നമുക്ക്. ആ എന്നാ ഓക്കെ. ഓക്കെ ഓക്കെ. ഏറ്റവും ആദ്യം പോയി വല്ല കമ്പ്യൂട്ടർ പ്രോഗ്രാമിങ്ങും പഠിക്കും. അല്ലാതെ എന്നത്തെ പോലെ മോളെ അതെന്താ മോളെ ഇതെന്താ മോളെ ചോദിച്ചു വന്നു കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞെടുത്തില്ല. ഉള്ള കാര്യം പറഞ്ഞേക്കാം. കുറെ പൊട്ട ടീച്ചർമാരുണ്ട്. ലാപ്ടോപ്പ് അറിയില്ല, ഫോണും അറിയില്ല. നീ പൊടി കാന്താരി. ഇന്ന് സൺഡേ അമ്മയ്ക്ക് ലീവില്ലേ? അതെ, വീക്ക് സ്റ്റുഡൻസിന്റെ ഒരു ക്ലാസ് ഉണ്ട്, അതാ. ഈ കൊല്ലത്തിലോ? ഓൺലൈൻ ക്ലാസ് അല്ലേ, ഇതൊക്കെ മതി. കഷ്ടം. പൊടി വഴക്കാളി. ഹലോ. ആ അയ്യോ. ശരി. ഗുഡ് മോർണിംഗ് മിസ്. ഗുഡ് മോർണിംഗ് മേഘ. ഗുഡ് മോർണിംഗ് മിസ്. ഗുഡ് മോർണിംഗ് മിസ്. ഇവക്ക് ഇതാരെ എപ്പോഴെപ്പോഴും മെസ്സേജ് അയക്കണേ? ഇതൊന്ന് കണ്ടുപിടിക്കണമല്ലോ. പത്തായം നമ്മുടെ നാട്ടിൽ സാർവത്രികമായി കണ്ടുവരുന്ന ഒന്നാണ് പത്തായം. പത്തായം കണ്ടിട്ടുണ്ടോ ആരെങ്കിലും? കേട്ടിട്ടുണ്ടോ ആരെങ്കിലും? ഷടാ, കറണ്ടും പോയി. ഗിരിയേട്ടാ, ഷോ ഇവിടെ എപ്പോഴും കറണ്ട് കേട്ടാ. അച്ഛാ, എന്നെ നാടകം പഠിപ്പിക്കാൻ കൊണ്ടുപോകുന്നു പറഞ്ഞിട്ട്. നാടകം ഇപ്പൊ കറണ്ട് പോയപ്പോഴല്ലേ ആമാ തല കിട്ടുമ്പോൾ രണ്ടും കൂടി പുറത്തേക്ക് ഇറങ്ങിയത്. മോളെ, നിനക്ക് കഴിക്കാനൊന്നും വേണ്ടേ? എനിക്ക് കഴിക്കാനൊന്നും വേണ്ട, എനിക്ക് നെറ്റ് മതി. കേട്ടല്ലോ, പിള്ളേരെ ഒപ്പുകടലാസ. പെൺപിള്ളേരാകുമ്പോ തള്ളേ കണ്ടാ പഠിക്കുന്നത്. അത് മറക്കാതിരുന്ന കൊള്ളാം. ഗിരിയേട്ടാ, എന്റെ ക്ലാസ് അവിടെ കറണ്ട് ഉണ്ടാവും. നിഷാമിസേ, ലോക്ക് തുറക്കാനും പറ്റുന്നില്ലല്ലോ. ഗിരിയേട്ടാ, അറിഞ്ഞോ ബാബുക്കുട്ടന്റെ അച്ഛൻ മരിച്ചുപോയെന്ന്? ആ, ഞാൻ അറിഞ്ഞത്. എന്നിട്ട് പോണില്ലേ? വെല്ലൂരും പറഞ്ഞിട്ടാ ഞാൻ അറിഞ്ഞത്. അവനെന്നെ ക്ഷണിച്ചൊന്നുമില്ലല്ലോ. മരിപ്പോ? അവനെന്റെ വെറും ഫ്രണ്ട് അല്ല. അയ്യേ, ഇതെന്തൊരു മനുഷ്യനാപ്പ അത്. ഒരു മിനിറ്റ് ടീച്ചറെ. പിടിച്ചേ. ഗിരിയെ കണ്ടില്ലല്ലോ ടീച്ചറെ. കണ്ണൂത്ത് ഗിരിയേട്ടന്റെ അമ്മയുടെ വീട്ടിലൊരു അടിയന്തരത്തിന് രാവിലെ പോയി. ഇവിടെ പെട്ടെന്നായിരുന്നല്ലോ. ടീച്ചറെ, ഞാൻ ഗിരിയെ വിളിച്ചിരുന്നു. ഇന്നലെ രാത്രിയും കൂടി ഗിരി അച്ഛനെ കുറിച്ച് ചോദിച്ചതാ. വെളുപ്പിനാണ് സംഭവിച്ചത്. ഞങ്ങളിന്ന് സൂക്ഷിച്ചു. ബോഡി എപ്പോഴാണ് എടുക്കുന്നത്?
3 കഴിയുന്നാ പറഞ്ഞേ. അല്ല ഗിരി എവിടെ? ജവാനെ മരിപ്പ് ക്ഷണിക്കാത്തോണ്ട് വന്നില്ലേ സാറേ? മിണ്ടാതിരിക്കുന്നുണ്ട്. കഷ്ടം. ഒക്കെ ശരിയാവും. ക്രിസ്മസ് ഡോക്യുമെന്ററി എവിടെ വരെയായി? ആ ഒന്നും പറയണ്ട, എല്ലാം കൂടി തലയ്ക്ക് വട്ടായി. ഓൺലൈൻ ക്ലാസ്സിന് വള്ളിക്കിട്ട് വേറെ വരുന്നുണ്ട്. വരട്ടെ. കേട്ടോ പാത്തു, നിന്റെ കെട്ടിയവനെ PT സാർ ആണെങ്കിലും വലിയ കമ്പ്യൂട്ടർ എക്സ്പേർട്ട് അല്ലേ? പിന്നെ ഞാനെന്തിനാ പേടിക്കണേ? എന്നും പറഞ്ഞ ഫോണിൽ ലാപ്പായിട്ട് എപ്പോഴും തൊണ്ടിയും കുത്തിയിരിപ്പാ. അസൂയ. എന്നാ ശരി ജയശ്രീ. കാണാം. നിങ്ങളുടെ കൂട്ടുകാരി ഇപ്പോഴും എന്തൊരു മുഞ്ചത്തിയാ. മിസ്റ്റർ ഗിരിയുടെ കൂടെ അല്ലേ? എന്താ കഴിക്കുന്നേ? ഞാനേ കുറച്ച് അവല് വിളയിച്ചതാ, പക്ഷെ ശരിക്കും അങ്ങ് വിളഞ്ഞില്ല. ബാക്കിയുള്ളതൊക്കെ നിങ്ങളുടെ കയ്യിലുണ്ടല്ലോ. അടുക്കളയിരിപ്പുണ്ട്, പോയി കഴിച്ചോ. പിന്നെ കൂട്ടുകാരൻ നിങ്ങളെ തിരക്കി. അവൻ അടുത്ത് വന്ന് വാ പൊളിച്ചിട്ടേ ഉഫ് എന്നാ നാറ്റുവാ. ഗാന്ധിയനെ അയച്ചൻ ചത്ത് കിടന്നിട്ടും അവന്റെ ഒരു കുടി. ഗിരി അച്ഛൻ പോയടാ. ബാബുക്കുട്ടാ, നിന്റെ അച്ഛൻ മരിച്ചിട്ട് നീ എന്നെ ക്ഷണിക്കാത്ത ഞാൻ ക്ഷമിക്കും. പക്ഷെ എൻ്റെ അച്ഛൻ മരിച്ചപ്പോ നിനക്കൊക്കെ കോട്ട തന്ന് ഞാൻ കുളിപ്പിച്ച് കിടത്തിയതാ. അത് നീ മറക്കരുതായിരുന്നു. ആരാ? ഗിരി. പോട്ടെ 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 പോട്ടെ. ഗിരിയേട്ടാ, നാടക അക്കാദമി കുട്ടികളുടെ ഒരു ടാലന്റ് ബാങ്ക് ഉണ്ടാക്കുന്ന കാര്യം ഞാൻ പറഞ്ഞിരുന്നില്ലേ? സ്കൂളിൽ ഇവർക്ക് ട്രെയിനിങ് കൊടുക്കുന്ന വരദരാജൻ മാഷെ ഇപ്പൊ വിളിച്ചിരുന്നു. മോളെ സെലക്ട് ചെയ്തിട്ടുണ്ട്. അപ്പൊ താല്പര്യം ഉണ്ടെങ്കിൽ നാളെ തിരുവനന്തപുരത്ത് നേരിട്ട് എത്താനാ പറഞ്ഞത്. ഇപ്പൊ എങ്ങനെയുണ്ട്? അതെ, ഇത് അഭിനേതാവ് കൂടിയായ ഒരു പട്ടാളക്കാരന്റെ മകളാണെന്ന് അക്കാദമിയിൽ അറിഞ്ഞിട്ടുണ്ട്. അതാ പരിഗണിച്ച. നാളെ പോയി കളയാം. ഇവന്റെ അന്തിയൊന്നു അല്ലെ അടിച്ചിട്ട് പോയത്. ഹുസൈനെ, ഹുസൈനെ, ഹുസൈനെ. ഗിരി എന്താ രാത്രിയില് കിടക്കണ്ടേ? നമുക്കല്ല, അതിലൊക്കെ ആൾക്കാർ കിടക്കണ്ടേ? നീ എന്ത് സാധനം ഈ മിക്സിയിലിട്ട് അടിച്ചോണ്ടിരിക്കുന്നത്? എന്നാ ഒച്ചയാടാവേ? അതെ, ഞങ്ങളുടെ മരുന്ന് കമ്പനി പുതിയൊരു ഐറ്റം ഇറക്കിയിട്ടുണ്ട്, നയാഗര ടാബ്. ഈ ടാബിന് ഇത്തിരി കടുപ്പം കൂടുതലായാലും മിക്സിയിലിട്ടൊന്ന് പൊടിച്ച് ഒരു ഗ്ലാസ് പാലും ചേർത്ത് കുടിച്ച. അപ്പൊ അതാണ് കാര്യം. 2 എടുക്കട്ടെ? എന്തിന്? എനിക്കൊന്നും വേണ്ട. എനിക്കും കൊച്ചിന് നാളെ തിരുവനന്തപുരം പോകാനുള്ളതാ. ഇനി ഇവിടുന്ന് ഒച്ചയെങ്ങാനും കേട്ടാ ഹുസൈനെ. ഇനി ഞാൻ മിക്സിയുടെ ഒച്ച കുറയ്ക്കാൻ വേണ്ടിട്ടേ അതിൽ സൈലൻസർ പിടിപ്പിക്കാം. ഈ മരുന്ന് ചോദിച്ച് നീ വരും ഗിരി, ഇല്ലെങ്കിൽ ഞാൻ നിന്നെ വരുത്തും. ഞങ്ങള് വൈകിയാലും ഇങ്ങ് എത്തും. ഇനി ആരും ഇല്ലെന്നും കരുതി ഫോണിൽ തോണ്ടിക്കൊണ്ടിരിക്കണ്ട, കേട്ടല്ലോ? അതെ. എടി കാന്താരി, മിണ്ടാതെ പോയിട്ട് വാ. വാ, ഇറങ്ങാം. ഈ സമയത്ത് ഇയാളെ കൂടെ കിട്ടിട്ട്. ഗുഡ് മോർണിംഗ് സർ. ഗുഡ് മോർണിംഗ് മോളു. ഓൾ ദി ബെസ്റ്റ്. ടീച്ചർ വിളിച്ചു പറഞ്ഞു അച്ഛനും മോളും പോവാന്ന്. സൺഡേ അല്ലേ, വെറുതെ ക്ലാസ് മുടക്കണ്ടെന്ന് കരുതി. എന്നാ നോക്കാം ടീച്ചറെ. സാർ അകത്തേക്ക് കയറിയിരിക്കെ, ഞാൻ ഇന്ന്. ശരി ജവാനെ. മോളെ പോയിട്ട് വാട്ടോ. ഇട്ടോ. ബൈ.
ബൈ. ഇത് 50 രൂപ. മാഷേ ഏ സമയം ഉച്ചയായില്ലേ? ഉച്ചയോ? മണി 10 ആയുള്ളൂ. എന്താ? അല്ല, ആ ഗിരി മോളും എങ്ങാണ്ട് പോയെന്നല്ലേ പറഞ്ഞേ? പാട്ടുമാഷ്ക്ക് അവിടെ എന്താ ഇത്ര പണി? എന്റെ മേഴ്സി, അതാ ജയശ്രീ ടീച്ചർ വീടാ. ദൈവത്തെ ഓർത്ത് നിന്റെ തിമിരം പിടിച്ച് കണ്ണു വെച്ച് നോക്കല്ലേ. ഓ, ഭാഗവതർക്ക് എന്താ ഒരു വെപ്രാളം? ജേക്ക് എന്താ ക്യാമറ ഓഫ് ചെയ്ത് വെച്ചിരിക്കണേ? ക്ലാസ് കഴിയും വരെ ആരും ക്യാമറ ഓഫ് ചെയ്യരുത്, കേട്ടല്ലോ? ആരാ മുന്നിൽ നിൽക്കുന്നേ? രക്ഷിതാക്കൾ ആരും തന്നെ ക്ലാസ്സിൽ കയറരുത്, പ്ലീസ്. ഗരുഡമ്മാവൻ പറന്ന് വട്ടം ചുറ്റി തിരിച്ചു വന്നു. എല്ലാ പക്ഷികളോടുമായി പറഞ്ഞു, ഇനി പേടിക്കാനില്ല. ഞാവൽക്കാട്ടിൽ തീയുമില്ല, മനുഷ്യനുമില്ല. അന്ന് പക്ഷികൾ സമാധാനത്തോടുകൂടി ഭക്ഷണം തേടി പുറത്തിറങ്ങി. അപ്പോ ഇന്ന് പഠിപ്പിച്ചതിന്റെ ടെസ്റ്റ് പേപ്പർ നാളെ ഉണ്ടാവും. എല്ലാരും ഫുൾ മാർക്ക് മേടിക്കണം, കേട്ടല്ലോ? ഓക്കെ, അപ്പൊ ഗുഡ് നൈറ്റ്. ആ മോളെ, നാളെ പോരാമോ? ഒന്നും പറഞ്ഞില്ല അമ്മ. ആ, നീ ഭക്ഷണം കഴിച്ചോ? ആ, ഫ്രൈഡ് റൈസ് കഴിച്ചു. ഫുഡ് കഴിച്ചിട്ട് ബ്രഷ് ചെയ്തോ? ഓ, ഒരു ദിവസം ബ്രഷ് ചെയ്തില്ലാന്ന് വെച്ച് ഒന്നും വരാൻ പോകുന്നില്ല. ഓ, അച്ഛൻ എന്തേ? അച്ഛൻ പുറത്ത് റൂം എടുക്കാൻ പോയിരിക്കാം. ഓക്കെ, എന്നാ ഞാൻ അച്ഛനെ വിളിച്ചോളാം. പിന്നെ ദിയ, ഉറങ്ങുമ്പോഴേ അടുത്തിടക്കുന്ന കുട്ടികളുടെ ദേഹത്ത് കൈയും കാലൊന്നും എടുത്തിടല്ലേ. അമ്മ, ഞാൻ കൊച്ചുകുട്ടിയല്ല. ഓ, ഒരു വലിയ കുട്ടി. ശരി എന്നാ മോളെ, ഗുഡ് നൈറ്റ്. അമ്മയ്ക്ക് കുറച്ച് പണി കൂടെ ഉണ്ട്. ഗുഡ് നൈറ്റ് അമ്മക്കുട്ടി, സ്വീറ്റ് ഡ്രീംസ്. ഗുഡ് നൈറ്റ്. ജോലിയൊക്കെ കഴിഞ്ഞോ? ഉറങ്ങാറായോ? രാജി മിസ്സേ, വീക്ക് സ്റ്റുഡൻസിന്റെ ക്ലാസ് കഴിഞ്ഞേ ഉള്ളൂ. നാളെ അവർക്ക് ടെസ്റ്റ് പേപ്പറാ. ക്രിസ്മസ് ഡോക്യുമെന്ററിയുടെ വർക്കും തീർന്നിട്ടില്ല. ഇതൊക്കെ കഴിഞ്ഞ് എന്റെ കിടപ്പേ ഒരു കണക്കാ. ഇനി കുളിക്കണം, കഴിക്കണം. എന്നാ ഓക്കെ മിസ്സേ, ഗുഡ് നൈറ്റ്.